എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഈ ഒരു HSCAP വെബ്സൈറ്റിലെ സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ സ്കൂൾ സെലക്ട് ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് ഇവിടെ അഡ്മിഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ TXFR എന്ന് പറഞ്ഞുകൊണ്ട് 1 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. ഇതെന്താണെന്നുള്ളത് അതുപോലെ നിങ്ങൾ ട്രാൻസ്ഫറിന് കൊടുത്ത സമയത്ത് ഇതുപോലെ നിങ്ങളുടെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഇതുപോലെ കാണുന്നില്ലല്ലോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ ഇത് മെയിൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആണ് മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികളുടെ അതായത് ആ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ആ ട്രാൻസ്ഫർ വഴിയാണ് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിലാണ് TXFR 1 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അത് ട്രാൻസ്ഫർ വഴി അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥി എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പോർട്സ് സപ്ലിമെൻ്ററി കിട്ടിയതാണെങ്കിൽ സ്പോർട്സ് സബ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. സപ്ലിമെൻ്ററി ആണെങ്കിൽ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ സ്പോർട്സിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ടാണ് ഇവിടെ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളത്. ഇനി ഇവിടെ സബ് 1 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്കൂളിൽ നിന്നും TC വാങ്ങിച്ചിട്ടുള്ള വിദ്യാർത്ഥിയുടേതാണ് ഈ ഏറ്റവും താഴെയായിട്ട് TC വാങ്ങിച്ചിട്ടുള്ളതായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു കോഴ്സ് കൂടി ജസ്റ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് കാണിക്കാം. അതായത് ജസ്റ്റ് നമുക്കിപ്പോൾ ഹിസ്റ്ററി എടുക്കാം. ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഇവിടെ സബ് 1 എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അതായത് ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസാണ് സബ് 1 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതായത് സപ്ലിമെൻ്ററി 2-ൽ കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ബാക്കി ഡീറ്റെയിൽസ് അതിൽ നൽകാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓരോ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണോ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററിയിലാണോ അല്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററിയിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അതുപോലെ ട്രാൻസ്ഫർ വഴിയാണോ ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ടാണ് അതായത് ട്രാൻസ്ഫർ വഴി ആ ഒരു സ്കൂളിലേക്ക് വന്ന് അതായത് ആ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിച്ചത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ ട്രാൻസ്ഫറിൻ്റെ ആ ഒരു TX1 അതായത് ആ ഒരു രീതിയിൽ കാണിക്കുന്നത്. അതുപോലെ സപ്ലിമെൻ്ററി ആണെങ്കിൽ സബ് 1 എന്ന് പറഞ്ഞുകൊണ്ടും ട്രാൻസ്ഫർ വഴി അതായത് ഫസ്റ്റ് ട്രാൻസ്ഫർ വഴി കിട്ടിയത് ആയതുകൊണ്ടാണ് TXFR 1 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസിൻ്റെ നേരെ ആ ഒരു ട്രാൻസ്ഫറിൻ്റെ അതായത് ആ ഒരു കാര്യം ഉണ്ടാവില്ല. അതിന് പകരം മെയിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുകയും എന്നാൽ ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററി ആണോ അല്ലെങ്കിൽ മെയിൻ എന്നാണോ അതായത് മെയിൻ എന്ന് കൊണ്ടാണ് കാണുന്നതെങ്കിൽ അത് 1, 2, 3 അലോട്ട്മെൻറ്റുകളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സബ് 1 അല്ലെങ്കിൽ സബ് 2 എന്നാണെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1-ലോ 2-ലോ ആണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഏത് അലോട്ട്മെൻറ്റിലാണ് ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സ്കൂളിൽ ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ നൽകിയിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള അത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുകയല്ല അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയാണെങ്കിൽ നിലവിലുള്ള സ്കൂളിൽ നഷ്ടപ്പെടുന്നതല്ല നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്ന സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാതെ വരികയും ചെയ്യുകയാണെങ്കിൽ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് അതായത് അഡ്മിഷൻ പോകുന്നതല്ല ആ ഒരു സ്കൂളിൽ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണ് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണ് എന്ന് കരുതുക അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെന്ന് കരുതുക. അങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിലവിലെ സീറ്റ് പോവുകയും പുതുതായിട്ട് എവിടെയാണോ കിട്ടുന്നത് അവിടെ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ എവിടേക്ക് ട്രാൻസ്ഫർ കിട്ടി അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സീറ്റ് നഷ്ടമാകുന്നതായിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് കാൻഡിഡേറ്റ് ലോഗിൻ ആപ്ലിക്കേഷൻ
നമ്പറും പാസ്വേഡും ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്തത്. ആ ഒരു ഡീറ്റെയിൽസ് നൽകി അതുപോലെ ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ സാധിക്കും. ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്നുള്ളത് ആ ഒരു പേജിൽ നൽകിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അതായത് ഈ ഒരു പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കിൽ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ വല്ല ഫീസും വരികയാണെങ്കിൽ മാത്രം അടച്ചാൽ മതി. അത് ഏകദേശം ഒരു 100 മുതൽ ഒരു 200 രൂപക്കുള്ളിലായിട്ടാണ് ആ ഒരു ഫീസ് വരിക. അതുപോലെ തന്നെ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിൽ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് TC SSLC സർട്ടിഫിക്കറ്റ് അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റുകൾ എന്നിവ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അതുപോലെ പുതിയ TC ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റും അതുപോലെ നിങ്ങൾ ആ ഒരു സ്കൂളിൽ അടച്ചിട്ടുള്ള PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ നിങ്ങൾക്ക് തിരികെ തരുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയും അതുപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് തിരിച്ചു തരുന്നതല്ല. അത് അഡ്മിഷൻ ഫീസിന് നിങ്ങൾ അടച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു റെസിപ്റ്റും നിങ്ങൾ അഡ്മിഷനായിട്ട് നൽകിയുള്ള ഡോക്യുമെൻസും എടുത്തുകൊണ്ട് അതുപോലെ തന്നെ PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവയും അതുപോലെ കോഴ്സ് മാറ്റമാണ് ഉണ്ടായതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഉള്ള ഫീസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീസ് സഹിതവും അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിഫോമിന് വേണ്ട പൈസ കൂടി മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രാൻസ്ഫർ കിട്ടിയുള്ള സ്കൂളിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടി വരുന്നതായിരിക്കും. നിലവിലുള്ള ആ ഒരു സീറ്റിൽ തുടരാനായിട്ട് സാധിക്കുന്നതല്ല. ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനിയൊരു ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയൊരു ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇനി സ്പോട്ട് അഡ്മിഷനാണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ കോഴ്സിലേക്ക് ട്രാൻസ്ഫർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു എനിക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ തരുന്നത് നിങ്ങളുടെ WGPAയും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ എത്ര വേക്കൻസി ഉണ്ട്, ആ ഒരു സ്കൂളിലേക്ക് എത്ര വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറായി മറ്റൊരു സ്കൂളിലേക്കോ കോഴ്സിലേക്കോ മാറുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ എത്ര വിദ്യാർത്ഥികളാണ് അപേക്ഷിച്ചതിൽ നിങ്ങളുടെ ആ ഒരു WGPA വെച്ച് ആ ഒരു റാങ്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടാണ്. അതായത് ഓരോ സ്കൂളിലും ഓരോ കോഴ്സിലേക്കും അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികളുടെ ഒരു പ്രത്യേക റാങ്ക് ലിസ്റ്റ് HSKP വെബ്സൈറ്റ് തയ്യാറാക്കുകയും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മുൻഗണന ഏതിലാണ്, അതായത് ആ ഒരു ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് നൽകിയിട്ടുള്ളത്, അപ്പോൾ അത് നോക്കിയിട്ട് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് തരാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തരികയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച സ്കൂൾ തന്നെ അതുപോലെ കോഴ്സ് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വഴി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ